13 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കേരള കോൺഗ്രസും കുറ്റ്യാടി സീറ്റ് നൽകാനായില്ലെങ്കിൽ മറ്റൊരു സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണ കോടിയേരി നൽകിയ വാക്കു പാലിക്കണമെന്നും കേരള കോൺഗ്രസും സീറ്റ് വിഭജന ചർച്ചയിലും LDFിലും ഇക്കാര്യം ഉന്നയിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ടോബി, വിവരങ്ങൾ എന്താണ്? 13 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ കേരള കോൺഗ്രസും. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും 13 സീറ്റാണ് നൽകിയത്. എന്നാൽ അതിനുശേഷം കുറ്റ്യാടിയിലുണ്ടായ ആ ഒരു എതിർപ്പ് നമ്മൾ കണ്ടതാണ്. CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പ് ഉയരുകയും ആ സീറ്റ് ഒടുവിൽ അത് വിട്ടുകൊടുക്കേണ്ടി വരികയും ചെയ്തു. എന്തായാലും ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അന്ന് ആ പ്രശ്നമുണ്ടായ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ നേരിട്ട് ജോസ് കെ മാണിയുമായി സംസാരിച്ചിരുന്നു. അന്ന് പറഞ്ഞത് 13 സീറ്റ് നിങ്ങൾക്കുണ്ട്, ഇത്തവണ മാത്രം ഈ കുറ്റ്യാടി സീറ്റ് ഒന്ന് വിട്ടുതരണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. 13 സീറ്റ് കേരള കോൺഗ്രസിനുള്ളതാണെന്ന് അന്ന് തന്നെ ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് പാലിക്കണമെന്നൊരു ആവശ്യമാണ് കേരള കോൺഗ്രസ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സീറ്റ് ചർച്ചകൾ നടന്നപ്പോഴും ഈ ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ LDFിലും ഇന്നലെ നടന്ന LDFിലും ഇക്കാര്യം പറയുകയുണ്ടായി. പക്ഷേ അത് സാധിച്ചു നൽകാൻ അല്ലെങ്കിൽ ഈ 13 സീറ്റ് നൽകാൻ നിലവിലത്തെ സാഹചര്യത്തിൽ CPM തയ്യാറല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കുറ്റ്യാടി സീറ്റ് വിട്ടു നൽകേണ്ട ആവശ്യമില്ല, കാരണം അവിടെ വിജയിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ LDF CPM അത് വിട്ടുകൊടുക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ പകരം ഒരു സീറ്റ്, അത് മധ്യകേരളത്തിലാണെങ്കിൽ കൂടുതൽ സന്തോഷമെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ഒരു സീറ്റ് കൂടി ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും 13 സീറ്റ് വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് LDFിനെ അറിയിച്ചിട്ടുണ്ടെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഹാഷ്മി ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.